ഒന്നും പറയണ്ട മാളു, അമ്മായിക്കൊരു അബദ്ധം പറ്റി. കഞ്ഞി ഒഴിച്ച കൂട്ടത്തിൽ അറിയാതെ മോളുടെ കയ്യിലേക്കൊന്ന് വീണതോ. നോക്കട്ടെ. ചേട്ടാ മാറിക്കേ, മാറ്. അയ്യോ, അയാൾ അമ്മയെ പറഞ്ഞ് പേടിപ്പിച്ചു. വീടിന്റെ അകത്ത് ബാത്റൂം വന്ന കുടുംബത്തിന് എന്തോ ദോഷാണത്രേ. അയ്യോ, പക്ഷേ താനതൊന്നും കാര്യാക്കണ്ട. നമുക്ക് വീടിന്റെ അകത്ത് തന്നെ ഒരു ചെറിയ ബാത്റൂം സെറ്റ് ചെയ്യാം. അതുവരെ തൽക്കാലം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ആ, പൊക്കോളൂ 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 പൊക്കോളൂ. രാജേട്ടാ, ഒരെണ്ണം കൂടി വെക്കട്ടെ? വേണ്ട, എനിക്ക് ഒരെണ്ണം കൂടെ വേണം. നിനക്ക് ഷുഗർ അയ്യ, ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. ആരോഗ്യം ശ്രദ്ധിക്കണം. ആ, അല്ല, ആശയം ശ്രുതിയോടെ കണ്ടില്ലല്ലോ. അവര് പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞാ. ഓ, ആ ആദി, ഡാ നീ ഇതെങ്ങോട്ടോ? എനിക്ക് വിശപ്പില്ലമ്മേ. ആ, അതൊന്നും പറഞ്ഞ പറ്റില്ല. വന്നേ, ബ്രേക്ക്ഫാസ്റ്റേ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നീ ഇരിക്കേ. അമ്മേ, കുറച്ച് മതി. കുറച്ചേ ഉള്ളൂ, ഇതങ്ങോട്ട് കഴിച്ചേ. എടാ, ഈ പ്രായത്തിലൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കണം. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? കഴിക്കേ. കഴിക്ക്. ആദി, എടാ കള്ള, അപ്പൊ നീയാണല്ലേ എന്റെ ബ്രെഡ് അടിച്ചു മാറ്റിയത്? ആദി, നീ എന്താ കഴിക്കാത്ത? വേറെ എന്തെങ്കിലും വേണോ? വേണ്ട അച്ഛാ. രാജ, മാളുവിന്റെ കാര്യം എങ്ങനെയാ? ആരെ വിട്ടാ നമ്മളൊന്ന് അന്വേഷിപ്പിക്കുന്നേ? ആദി ഉണ്ടല്ലോ അച്ഛാ. ആദി, മാളുവിനെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് നീ ഒന്ന് അന്വേഷിക്കണം. ഞാനോ? ആ, നീ തന്നെ. എടാ, കുടുംബത്തിന് ചേരുന്ന ബന്ധമാണോന്ന് അറിയണ്ടേ? അല്ല അച്ഛാ, ഞാൻ അന്വേഷിക്കാൻ. പിന്നെ ഞാൻ ഇറങ്ങിയോടൊന്ന് അന്വേഷിക്കണോ? ചേരാത്ത ബന്ധമാണെങ്കിൽ നമുക്ക് ഇപ്പോഴേ അറിയണം. മാളുവിന് വേണ്ടി നമുക്ക് വേറൊരു നല്ല ചെറുക്കനെ നോക്കണം. ആ പയ്യന്റെ പേരും വിലാസവും ചിലപ്പോ ദാസപ്പൻ അറിയാമായിരിക്കും. നീ ദാസപ്പന്റെ കൂടെ കറങ്ങ്. ചെറുക്കനെ കുറിച്ച് നല്ലപോലെ അന്വേഷിച്ചിട്ടുമെന്ന് പറഞ്ഞാൽ മതി. അന്വേഷിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം. നിന്റെ ഊഹങ്ങളല്ല എനിക്ക് വേണ്ടത്. ആ പയ്യനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് എനിക്ക് വേണ്ടത്. മനസ്സിലായല്ലോ? അച്ഛാ, ഒന്നുമില്ല. അയ്യോ, എനിക്കിതൊന്നും വേണ്ട. ഞാനിങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. ഇതൊന്നും കഴിക്കാറില്ലെന്നോ? എന്റെ മോളെ, ഇതൊക്കെ ഫുള്ള് പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീൻ അല്ലടേ. ചെറിയുള്ളിയും കാന്താരി മുളകും ഇത്തിരി വെളിച്ചെണ്ണയും ചേർത്ത് ഇങ്ങനെ ചതച്ചെടുത്ത ചമ്മന്തികളുണ്ടല്ലോ, അതില് ഇങ്ങനെ കഷ്ണം കപ്പയെടുത്ത് മുക്കി ഇങ്ങനെ നാവിലോട്ട് വെച്ച അതിന്റെ കൂടെ ഇങ്ങനെ 2 സ്പൂണ് കഞ്ഞിയിട്ട് ഇതൊക്കെ കൂടി ഇങ്ങനെ കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ, പിന്നെ ഒന്നും പറയാനില്ല മോളെ. എനിക്കിതൊന്നും ശീലമില്ലാത്തോണ്ടാ. ഓ ചേച്ചി, ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിൽ വരെ ഈ ഡിഷാ വിളമ്പുന്നത്. കഴിച്ചോ? മോളെ, കപ്പ ഇഷ്ടല്ലെങ്കിൽ നീ കഴിക്കണ്ട.
പക്ഷെ ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിച്ചൂടെ? ആ അത് കറക്റ്റാ. സാവിത്രി, ആ? ഇത്ര കഞ്ഞി ഒഴിച്ചു കൊടുത്തേ. ആ ദാ മോളെ. ശ്ശോ. അമ്മ എന്താ ഈ കാണിക്കുന്നത്? പൊള്ളിയല്ലോ. നന്നായി പൊള്ളിയോ? എടാ അമർത്താ മതി. എടാ വേദനയുണ്ടോ? പതുക്കെ. ദേ, വെള്ളം ഒഴിക്ക്. എന്ത് പണി നീ കാണിച്ചേ? ഞാനെന്ത് ചെയ്തു? ശ്ശോ. ഒരു മിനിറ്റ്, കൈ അനക്കല്ലേ. അല്ല, വേദനിക്കുന്നു. ഇപ്പൊ പോവും. വെള്ളം ഒഴിക്കട്ടെ, ഇപ്പൊ കുറേ. അയ്യോ, എന്താ പറ്റിയേ? ഒന്നും പറയണ്ട മാളു, അമ്മായിക്കൊരു അബദ്ധം പറ്റി. കഞ്ഞി ഒഴിച്ച കൂട്ടത്തിൽ അറിയാതെ മോളുടെ കയ്യിലേക്കൊന്ന് വീണതാ. ആ, നോക്കട്ടെ. ചേട്ടാ മാറിക്കേ, മാറ്. ആ, അയ്യോ, ശോ, പേടിക്കണ്ട ഏട്ടത്തി, അധികം പൊള്ളിയിട്ടില്ല. ജലജമായി, ഇവിടെ പൊള്ളല് പുരട്ടാൻ എന്തെങ്കിലും മരുന്നിരിപ്പുണ്ടോ? അങ്ങനത്തെ മരുന്നൊന്നും ഇവിടെ ഇരിപ്പില്ല മോളെ. ആ, തേനുണ്ടോ ഇവിടെ? ആ, തേനുണ്ട്. ആ, അമ്മായി വേഗം പോയി എടുത്തിട്ട് വാ. ആ, ശരി ശരി. എവിടെ? പേടിക്കണ്ട ഏട്ടത്തി, ഇപ്പൊ കൊണ്ടുവരും. ആ, ദാ, 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 തേൻ. ഇങ്ങതാ മോളെ മാറിക്കേ. ഒരു മിനിറ്റ് അനക്കല്ലേ. ചേട്ടാ ടെൻഷൻ ആവണ്ട. ഏട്ടത്തി, ഇപ്പൊ ഇത്തിരി നീറ്റലുണ്ടാവും, പക്ഷെ പെട്ടെന്ന് കുറഞ്ഞോളും. ഏട്ടത്തി, റൂമിലേക്ക് ചെല്ല്. കൈ അധികം അനക്കരുതേ. ചെല്ല്. ശ്ശോ, മോളെ സൂക്ഷിച്ച് തട്ടല്ലേ. പാവം, ഒന്നും കഴിച്ചതുമില്ല. അതെന്തു പറ്റി ശ്രീയേട്ടാ? ഏട്ടത്തിക്ക് ഭക്ഷണം ഒന്നും ഇഷ്ടായില്ലേ? എടി, അമൃതയ്ക്ക് കപ്പയും കഞ്ഞിയൊന്നും കഴിച്ച് ശീലമില്ലല്ലോ. ദോശ ഉണ്ടാക്കിയാ മതിയെന്ന് രാവിലെ ഞാൻ പറഞ്ഞതല്ലേ സാവിത്രിയമ്മായി? അത് നീ ഒരു ഒറ്റ ആള് കാരണം, അല്ലെങ്കിൽ ഞാൻ ദോശ ഉണ്ടാക്കിയേനെ. എന്റെ ജലചേച്ചി, നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ അവള് കഴിച്ച് ശീലിക്കണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓ, സാരല്ല, ഒരു വഴിയുണ്ട്. ഞാൻ ഇപ്പൊ വരാം. അല്ല അല്ല, മാളു, നീ ഇതെങ്ങോട്ടാ? ഇപ്പൊ വരാ ശ്രീയേട്ടാ.